ചെങ്കള പഞ്ചായത്തിലെ 16-ാം വാർഡ് അംഗം പി ശിവപ്രസാദാണ് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ കിട്ടിയ ഓണറേറിയവും കുടുംബശ്രീ പ്രവർത്തകരുടെ സംഭാവനകളും കൊണ്ട് ബേവിഞ്ച സ്വദേശി ശർമിളയ്ക്കും കുടുംബത്തിനും വീടൊരുക്കിയത്. ഭർത്താവിന്റെ മരണശേഷം കുടുംബത്തെ ഒരു കരക്കെത്തിക്കാൻ പാടുപെടുന്നതിനിടെയാണ് ശർമിളയുടെ ആകെയുണ്ടായിരുന്ന ഓടിട്ട വീട് കാലവർഷക്കെടുതിയിൽ നിലംപൊത്തിയത്. അപേക്ഷ നൽകി കാത്തിരുന്നാൽ വീട് നിർമ്മാണം വൈകുമെന്നായതോടെ കുടുംബത്തിന് വീടൊരുക്കാൻ പഞ്ചായത്ത് അംഗമായ ശിവപ്രസാദ് തന്നെ നേരിട്ടിറങ്ങി. ശിവപ്രസാദിന്റെ പേരിലുണ്ടായിരുന്ന 3 ചിട്ടികളും വിളിച്ചെടുത്തു. വാർഡിലെ നല്ലവരായ കുടുംബശ്രീ പ്രവർത്തകരും ഒപ്പം കൂടി. നാട്ടുകാരും സഹായഹസ്തവുമായി എത്തിയതോടെ 6 മാസം കൊണ്ട് വീട് പണി പൂർത്തിയായി. 1,07,000 രൂപയോളം കുടുംബശ്രീക്കാർ ഏൽപ്പിച്ചു. പിന്നീട് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഇവിടുത്തെ നാട്ടിനകത്തെ DYFI, കർഷക തൊഴിലാളി, കർഷക സംഘം, പാർട്ടി, നിർമ്മാണ തൊഴിലാളി എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനകത്ത് സൗജന്യമായി ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും അങ്ങനെയാണ് ഈ വീടായി മാറിയത്. 8,000 രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒരു മാസത്തെ ഓണറേറിയം. 2020 മുതൽ ഇതുവരെ ശിവപ്രസാദിന് ലഭിച്ച മുഴുവൻ തുകയും വീട് നിർമ്മാണത്തിനായി വിനിയോഗിച്ചു. 2 കിടപ്പുമുറിയും ഹാളും അടുക്കളയും ഉൾപ്പെടെ 700 സ്ക്വയർ ഫീറ്റിലുള്ള വീടിനായി 7.5 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ചിലവായത്. എത്രയും പെട്ടെന്ന് തന്നെ വീട് ശർമിളയ്ക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണിവർ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷിന്റെ കൂടെ. ഗുഡ് മോർണിംഗ് സാരംഗ്. ഏതായാലും നല്ലൊരു കാര്യമാണ് അങ്ങനെ അവരുടെ ഈ ചെറിയ തുകയൊക്കെ മാറ്റിവെച്ച് സമാഹരിച്ച് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ മനസ്സ്, അതിനൊരു വലിയ സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ജനപ്രതിനിധിയുടെ അടുത്ത് ഒരു ഭവനരഹിതനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു അപേക്ഷയായിട്ട് വരുന്ന സമയത്ത് അവരെന്താ പറയുക, നിങ്ങൾ ഒരു അപേക്ഷ പൂരിപ്പിച്ച് നൽകി തരണം. കാരണം അത് നമ്മൾക്ക് ഒന്നെങ്കിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ടോ നമ്മൾക്ക് വിളിക്കുന്ന സമയത്ത് അപേക്ഷയുടെ ഭാഗമാക്കാൻ ഈ ഒരു അപേക്ഷ അവരുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കി നിങ്ങൾക്ക് വീട് നൽകാൻ ശ്രമിക്കാം എന്നുള്ള ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുള്ളൂ. കാരണം അവർക്ക് അതിനപ്പുറത്തേക്ക് ആരും കടന്നു ചിന്തിക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഏറെക്കാലമായിട്ട് തുടർന്ന് പോരുന്ന ഒരു രീതി, ഒരു ആചാരം എന്ന് തന്നെ പറയാം, ഒരു രീതി അങ്ങനെയാണ് മൊത്തത്തിൽ. പക്ഷേ അവിടെയാണ് കാസർഗോഡ് ചെർക്കളക്കാരനായിട്ടുള്ള ശിവപ്രസാദ് വ്യത്യസ്തനായി മാറുന്നത്. കാസർഗോഡ് ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ വാർഡംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇത്തരത്തിൽ ശർമിള ചേച്ചിയുടെ കുടുംബം തങ്ങളുടെ ആകെ താങ്ങുതറലുമായിരുന്ന ചെറിയ വീട് കാലവർഷക്കെടുതിയിൽ നഷ്ടപ്പെട്ടു പോയി. ഭർത്താവ് മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ പിന്നെയും കുടുംബത്തിന് തേടിയെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാകെ ദുരവസ്ഥയിലാണ്, ഏറെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ സമയത്താണ് ശിവപ്രസാദേട്ടന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത വരുന്നത്. തനിക്ക് 2020 തൊട്ട് ജനപ്രതിനിധിയായ കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓണറേറിയം ഉണ്ട്. അത് ഇത്തരത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ലഭിക്കുന്നതാണ്. വാർഡംഗങ്ങൾക്കും കൗൺസിലർമാർക്കൊക്കെ ലഭിക്കുന്ന ഒരു തുകയാണ്. അപ്പോൾ അതൊക്കെ അവരുടെ സ്വകാര്യ അലവൻസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തുകയാണ്. സാധാരണ എല്ലാവരും നമ്മുടെയൊക്കെ തന്നെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിച്ച് പോവുക ചെയ്യുക. പക്ഷേ ശിവപ്രസാദേട്ടൻ അവിടെ വ്യത്യസ്തനായി. കാരണം അദ്ദേഹം ആ തുക സ്വരൂപിച്ച് വെച്ചിരുന്നു. അത് ഈ ശർമിള ചേച്ചിയുടെ കുടുംബത്തിന് നൽകാമെന്നുള്ളൊരു സുപ്രധാനമായ തീരുമാനമെടുത്തു. കാരണം ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ട് ലൈഫിലും PMAവയിലൊക്കെ വീട് കിട്ടുന്ന സമയത്ത് അത്രയും കാത്തിരിക്കാനുള്ളൊരു അവസ്ഥയിലല്ല ഈ കുടുംബം നിൽക്കുന്നത്. അപ്പോൾ ശിവപ്രസാദേട്ടൻ ഈ നിർണായകമായ തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് വന്നു. ഈ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഉറപ്പ് ആ ഉറപ്പ് കൊടുക്കുക മാത്രമല്ല, ആ ഉറപ്പ് സാധ്യമാക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല.